ഹായ്, വെൽക്കം ടു ലിയാൻ PSC. കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് താങ്ക്സ്. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് കൊണ്ട് വന്നേക്കുകയാണ്, പുതിയൊരു ടോപ്പിക്ക് കൊണ്ട് വന്നേക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് റിമോട്ട് സെൻസിങ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, സോളാർ സെൻട്രിക് സാറ്റലൈറ്റ് എന്നീ പറഞ്ഞ 3 ടോപ്പിക്കുകൾ വെച്ചിട്ടാണ്. ഇത് 3 ടോപ്പിക്ക് ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇതിനകത്തുനിന്ന് PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും വേണ്ടുന്ന ബെയർ മിനിമം പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. ഈ പോയിൻറ്റ്സ് വെച്ച് നമുക്കൊരു മാർക്ക് സെക്യൂർ ചെയ്യാൻ സാധിക്കും. അതിനു മുമ്പ് നമ്മുടെ ചാനലിൻ്റെ പേര് ലിയാൻ PSC എന്നാണ്. ലിയാൻ PSC എന്ന് പറഞ്ഞാൽ ലേൺ ഇറ്റ് ആൾ ഇൻ നോ ടൈം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ഈ പേര് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് പറയണം. പിന്നെ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും പിന്നെ കുറച്ചും കൂടി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവര ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ് റിമോട്ട് സെൻസിങ്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിനകത്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് സെൻസർ ഉപയോഗിച്ചിട്ടാണ്. ഈ സെൻസർ പതിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന പ്രതലത്തിനെയാണ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്ലാറ്റ്ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ റിമോട്ട് സെൻസിങ്ങിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്, പിന്നെ ഏരിയൽ റിമോട്ട് സെൻസിങ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ നിർമ്മിക്കാനും കുറഞ്ഞ വിസ്തൃതിയുള്ള പ്രദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏരിയൽ റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്നത്. ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറിയ രീതിയിലുള്ള, അത് നമ്മൾ താഴെ നിന്നുകൊണ്ട് നമ്മൾ മൊബൈൽ ഫോട്ടോഗ്രാഫിയൊക്കെ ടെറസ്ട്രിയൽ റിമോട്ട് സെൻസിങ്ങിനകത്ത് ഉപയോഗിക്കുന്നതാണ്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ വലിയ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അന്നേരം അതിന് നമ്മൾ പ്ലാറ്റ്ഫോമായിട്ട് ചൂസ് ചെയ്യുന്നത് സാറ്റലൈറ്റ് ആയിരിക്കും വിവരം കളക്ട് ചെയ്യാനായിട്ട്. ഇനി എനർജി സോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് റിമോട്ട് സെൻസിങ്ങിനെ 2ആയിട്ട് തിരിക്കാം. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്നും പാസീവ് റിമോട്ട് സെൻസിങ് എന്നും. പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സോളാർ എനർജിയാണ് അതിൻ്റെ എനർജി സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എനർജി സോഴ്സ് ആണല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആയിരിക്കും. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ എനർജി സോഴ്സ് ലൈക്ക് ബാറ്ററിയോ അതേപോലത്തെ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. ബാറ്ററി എന്ന് പറയുമ്പം ഹൈ എനർജി സപ്ലൈ ചെയ്യുന്ന ബാറ്ററീസ്. അതിന് നമ്മുടെ കോർ പോർഷനിലേക്ക് വരാം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റും സോളാർ സെൻട്രിക് സാറ്റലൈറ്റും തമ്മിലുള്ള ഡിഫറൻസസാണ് നമ്മൾ പഠിക്കുന്നത്. ഇതറിഞ്ഞിരുന്നാൽ തന്നെ നമുക്കൊരു മാർക്ക് സെക്യൂർ ചെയ്യാൻ സാധിക്കും. ഇതിനകത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇത് തമ്മിൽ എങ്ങനെയൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് നോക്കാം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് 36,000 കിലോമീറ്റർ അകലെയായിരിക്കും ഭൂമിയുടെ സർഫസിൽ നിന്നും. പക്ഷേ സോളാർ സെൻട്രിക് സാറ്റലൈറ്റുകൾ എന്ന് പറയുന്നത് 900 മീറ്റർ അകലെയാണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഹ്യൂജ് ഏരിയ കവർ ചെയ്യും. അതായത് എർത്തിൻ്റെ 1/3 ഭാഗവും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കവർ ചെയ്യാൻ സാധിക്കും. കാരണം അത്രയും ദൂരം നിൽക്കുകയാണത്. പക്ഷേ കുറഞ്ഞ നിരീക്ഷണ പരിധി മാത്രമാണ് സോളാർ സെൻട്രിക് സാറ്റലൈറ്റുകൾക്കുള്ളത്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സോളാർ സെൻട്രിക് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉപയോഗിക്കുമ്പോൾ പ്രകൃതി വിഭവവും ഭൂവിനിയോഗവും അണ്ടർ വാട്ടറൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ സോളാർ സെൻട്രിക് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഇൻസാറ്റ് സാറ്റലൈറ്റുകളാണ്. പക്ഷേ സോളാർ സെൻട്രിക് സാറ്റലൈറ്റുകൾക്ക് എക്സാമ്പിളായിട്ട് വരുന്നത് IRS, ലാൻഡ്സാറ്റ് തുടങ്ങിയ സാറ്റലൈറ്റുകളാണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ റൊട്ടേഷന് അതിന് അനുപാതികമായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് കറങ്ങുന്നത്. അതായത് എർത്ത് കറങ്ങുന്ന ഒരേ പോയിന്റിൽ തന്നെ വിവരങ്ങളായിരിക്കും നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് വഴി ലഭിക്കുന്നത്. പക്ഷേ സോളാർ സെൻട്രിക് സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പോൾസ് വഴിയാണ്. അതായത് മുകളിൽ ഒരു വെർട്ടിക്കൽ രീതിയിലായിരിക്കും സോളാർ സെൻട്രിക് സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നത്, എർത്തിനെ റിവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രദേശത്തെ ആവർത്തിച്ചുള്ള വിവരശേഖരണം നമുക്ക് സോളാർ സെൻട്രിക് സാറ്റലൈറ്റുകൾ വഴി ലഭിക്കും. മറ്റേത് ഒരു സ്ഥലത്തെ വിവരങ്ങൾ മാത്രമാണ് കോൺസ്റ്റൻ്റായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. അതാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഇനി റിമോട്ട് സെൻസിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്, ഇതിനെ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളതാണ്. റിമോട്ട് സെൻസിങ്ങിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവിധ ഫീൽഡുള്ള വിസിബിൾ ലൈറ്റ് അതിനകത്ത് ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ റിമോട്ട് സെൻസിങ്ങിന് ഉപയോഗിക്കുന്നത് അതിനകത്ത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് റേസിനെയും മൈക്രോവേവ്സിനെയും വിസിബിൾ ലൈറ്റ്സിനെയും മാത്രമാണ് റിമോട്ട് സെൻസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി എക്സ്റേ അതേപോലെയുള്ളതൊക്കെ ഉണ്ടല്ലോ, EMF സ്പെക്ട്രം ഉണ്ടല്ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, ആ സ്പെക്ട്രത്തിലെ ഈ 3 റേസിന് മാത്രമാണ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അഡീഷണലായിട്ട് കുറച്ച് പോയിൻറ്റ്സാണ്. റിമോട്ട് സെൻസിങ്ങിൻ്റെ കുറച്ച് സ്റ്റെപ്സ് പറയാം.
റിമോട്ട് സെൻസിങ്ങിന് ഒരു എനർജി സോഴ്സ് ഉണ്ടായിരിക്കും. ആ എനർജി സോഴ്സിനെ എർത്തിൻ്റെ സർഫസിലേക്ക് വിടും. അത് എർത്ത് സർഫസിൽ ഇൻട്രാക്ട് ചെയ്യുകയും അത് തിരിച്ചു പോവുകയും ചെയ്യും. ആ തിരിച്ച് എമിറ്റ് ചെയ്യപ്പെട്ട എനർജി സോഴ്സിനെ സെൻസർ ഉപയോഗിച്ച് കളക്ട് ചെയ്യും. ആ എനർജി സോഴ്സിനെ ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോംസിലേക്ക് കൺവെർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കൺവെർട്ട് ചെയ്ത ഡേറ്റാസിനെ ഇൻഫർമേഷനാക്കി മാറ്റുന്നു. അതൊരു ഡേറ്റ പ്രോഡക്റ്റാക്കി മാറ്റിയതിന് ശേഷം ഈ ഇൻഫർമേഷൻസിനെ നമ്മൾ മാപ്സ് ആക്കി അല്ലെങ്കിൽ ടാബ്ലർ ഫോംസിലേക്ക് മാറ്റുന്നു. അതാണ് റിമോട്ട് സെൻസിങ്ങിൻ്റെ സ്റ്റെപ്സിനകത്ത് വരുന്നത്. പിന്നെ ജിയോഡെസി, ഫോട്ടോഗ്രാമമെട്രി, ഇത് രണ്ടും PYQ ചോദിച്ചിട്ടുണ്ട്. അതായത് ഓപ്ഷൻസായിട്ട് വന്നിട്ടുള്ളതാണ്. ജിയോഡെസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രശാഖ തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഷേപ്പ്, സ്പേസിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഇതിനെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജിയോഡെസി. ഫോട്ടോഗ്രാമമെട്രി എന്ന് പറഞ്ഞാലും ഇതുപോലെ ഷേപ്പിനെ പറ്റി പഠിക്കുന്നതൊക്കെ തന്നെ, പക്ഷേ അത് ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിച്ചാണ് എർത്തിൻ്റെ ഷേപ്പിനെ ഓറിയൻറ്റേഷനെ പറ്റിയൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോട്ടോഗ്രാമമെട്രി എന്ന് പറയുന്നത്. ഇതും ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചൊന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. ഒരു മാർക്ക് ഇതിനകത്തൊന്ന് സെക്യൂർ ചെയ്യാൻ സാധിക്കും.